ഫസ്റ്റ് നമ്മൾ എങ്ങോട്ടാ പോണേ? നമ്മള് കൊടൈക്കനാലിക്കാണ് പോണത്. ഈ കൊടൈക്കനാലിക്ക് എന്തിനാണ് ഈ 4-5 വട്ടം പോണ്? അങ്ങനെയൊക്കെ ഒരു ചോദ്യമാണ് എല്ലാവർക്കും, പ്രത്യേകിച്ച് പെരക്കാർക്കും നാട്ടുകാർക്കും. അപ്പൊ നമ്മളിപ്പോ കൊടൈക്കനാലിന് പൂമ്പാറ, മന്നവന്നൂര്, പൂണ്ടി അങ്ങനെ ആ ഒരു ഏരിയ ഫുള്ള് കവർ ചെയ്തു. ഇനി പൂണ്ടിയുടെ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ വേണ്ടിയുള്ള യാത്രയിലാണ്. നമ്മള് 7 ആൾക്കാരുണ്ട്. ഇപ്പോ ഇവിടെ ഫ്ലാറ്റ് ആയിക്കോളും. മിഡിൽ സ്റ്റംപ് ഔട്ടാണെന്ന് പറഞ്ഞ്. പിന്നെ നമ്മുടെ ഷാവുലുണ്ട്, വേറൊരു ഡ്രൈവർ. അത് ഉറങ്ങണത് വേറെ ഒന്നിനല്ല, അടുത്ത ഓടിക്കാനുള്ളതാ, അതിനു വേണ്ടിയുള്ള ഉറക്കത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഉണർന്നു. പിന്നെ നമ്മുടെ സ്വന്തം ഡ്രൈവർ, പിന്നെ അതാ നമ്മള് പാക്കേജിന് ഉറങ്ങിക്കോളും. ഡ്രൈവർ ഇവിടെ കടന്നുറങ്ങിക്കോളും. അപ്പോ നമ്മളിത് പോയിക്കൊണ്ടിരിക്കാണ് ഇപ്പോ. നീ ബാക്കി വിശേഷങ്ങള് അപ്പുറത്ത് എന്താണെന്നുള്ള വീഡിയോ ആയിട്ട് നമ്മള് ടോള് കൊടുക്കാൻ പോകുന്നത് ഷഹാന്റെ ഡേവി കാർഡുണ്ട്. അതെ അതെ, നോക്കി നോക്കി ടോള് കൊടുക്കാണ്ട് പോകാൻ 2 നേവിക്കാരാണ് ഫ്രണ്ടിലൊന്ന് ബാക്കിൽ പോവാം. കമ്പനിക്കാരന്റെ നേവിക്കാരനൊക്കെ ഇതാണ് നമ്മുടെ സ്റ്റേയുടെ ടോട്ടലി ഒരു ഔട്ട്. ഓർമ്മകളിൽ മുഖപടലം, ഏകാന്തമാം ചിന്തകളിൽ കടങ്കഥകൾ, ഉന്മാദം ഉളവാക്കും സഞ്ചാരങ്ങൾ, അതിലുപമയിലുപമിക്കാൻ ഉപവാസങ്ങൾ അറിയില്ല. ഹലോ ഗായ്സ്, അപ്പോ നമ്മൾ ഉസാഖ് അടുത്ത പരിപാടി. അപ്പൊ നമ്മള് സ്റ്റേന്ന് ഇറങ്ങിയിട്ടുണ്ട്, അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. നല്ല കോടുണ്ട്. ഹലോ, നമ്മള് എവിടുന്നാണ്? കൊടൈക്കനാല് നമ്മള് സ്റ്റേന്ന് ഇറങ്ങിക്കാണ്. അടുത്ത എടുക്കില്ല, ഇവനൊന്ന് പരി കൊണ്ടാക്കണം. ഒരുത്ത അന്തം കമ്മില്ലാണ്ട് അതിനെ നടക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഫ്രണ്ടിൽ തിരിക്കാൻ പറ്റൂല. എല്ലാവർക്കും ഒരു ആയി പറഞ്ഞേ. ചക്ക വെയ്യാൻ്റെ കിടക്കാണ്, വേറെ ഒന്നുമല്ല. അപ്പോ അടുത്ത ലൊക്കേഷൻ ചെന്നിട്ട് കാണാം. മലയാളം പറഞ്ഞ களவுன்னா எல்லாம் தான் களவு. களவு மலையாளத்துக்கார ஒருத்தர் களவுன்னா எல்லாம் தான் சொல்ல வரும். നമ്മ അന്തമാതിരി അല്ല, അന്തമാതിരിയെ போயினா கூட தூக்கிட்டாரு.
പൈനാപ്പിൾ കാപ്പ എല്ലാം இருக்குது 10 രൂപ കൊടുங்க കൊടുക്ക് ചിലക്കല്ലേ. അങ്ങനെ നമ്മുടെ ഒരു കൊടൈ ട്രിപ്പ് പാട് കഴിഞ്ഞ് ഇതാ നമ്മുടെ ചെറുപ്പുളശ്ശേരിയിലേക്ക് നമ്മൾ മന്ദം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കൊടൈ ട്രിപ്പിനെ പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? രണ്ട് വാക്ക്. ഈ ട്രിപ്പ് വളരെ ഉഷാറായിരുന്നു. രണ്ടാമത്തെ വാക്ക് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ട്രിപ്പായിരുന്നു. ട്രിപ്പായിരുന്നു. ഓക്കെ അർഷദലി. മിസ്റ്റർ മുസ്താഖ് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നല്ലൊരു പാക്കേജ് ആയിരുന്നു. ആരുടെ പാക്കേജ്? ഷബീബ് അലി ആൻറ്റി. യെസ്, ഒരു നല്ല ക്ലാപ്പ്. ഷാൻ ഡ്രൈവറായ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡൊക്കെ ട്രിപ്പില്? സൂപ്പർ. എത്ര റേറ്റിംഗ് കൊടുക്കും? പാക്കേജറായ ഷബീബ് അലിക്ക് നമ്മൾ നല്ലൊരു കൈയടി കൊടുക്കേണ്ടത് തന്നെയാണ്. പപ്പു, പുതിയ അതിഥിയായ പപ്പുവിന് എന്താണ് ഈ ട്രിപ്പിനെ പറ്റി പറയാനുള്ളത്? ഈ പറ. അടിപൊളി. രണ്ടു വാക്ക് പറയണം. അടിപൊളി 2 വാക്ക്. ഫുഡ് ചായ കറക്റ്റ് ടൈമിന് കിട്ടിയിരുന്നോ? ഫുഡ് എല്ലാം കറക്റ്റ് ടൈമിന് കിട്ടിയിരുന്നു. എന്തെങ്കിലും കംപ്ലൈന്റ് ഇല്ലല്ലോ? ഓക്കെ അല്ലേ? താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പറയാനാ, ഇത് നമ്മളെ ആദ്യത്തെ പേർക്കൊന്നല്ലോ, സ്ഥിരത. നന്ദി, നമസ്കാരം, താങ്ക് യു. അങ്ങനെ ഇനി നന്ദി പറയാൻ വേണ്ടി നമ്മുടെ പാക്കേജറായ ഷബീബ് അലി നമ്മൾ ക്ഷണിക്കാണ്. ട്രിപ്പ് എന്തായാലും കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ അവസാനിച്ചു. ആർക്കോ ഒരു ഛർദിക്കലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. നോക്കി പക്ഷെ നടന്നില്ല. പിന്നെ നമ്മളെ എപ്പോഴും പോണ മാതിരി തന്നെ നമുക്ക് അറിയണല്ലേ, നമ്മള് എടുക്കുമ്പോ പക്കയിട്ട് എടുക്കുള്ളൂ. പുതിയ അനുഭവങ്ങൾ ലഭിച്ചു. അതെ. എന്താണ് ഒന്നും കൂടി പറയാനുള്ളത്? ശാന്തിയുടെയും പാതയിലേക്ക് നമ്മൾ മെല്ലെ ചുവട് വെച്ചു. അപ്പൊ നമ്മള് അടുത്തൊരു ട്രിപ്പായി വരുന്നത് വരെ വ്ളോഗ്. ഗുഡ് ബൈ.